ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാനൊരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലക്ഷ്മി മാമിൻ്റെ ഒരു ഇൻസ്പയർഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ എല്ലാവരും കണ്ടു കാണും മാമിൻ്റെ ഒരു വ്ളോഗിൽ എത്ര ഈസി ആയിട്ടാണ് മാം ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വേറൊരു മെഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ടാണ് മാം ക്യാപ്പച്ചീനോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതുവരെ ക്യാപ്പച്ചീനോ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്നോർത്ത് ചെയ്തതാണ്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെറുപ്പം മുതലേ കുക്കിങ്ങിലുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി മാമിൻ്റെ കുക്കിംഗ് ഷോസ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പല എക്സ്പെരിമെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് മാമിൻ്റെ റെസിപ്പീസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സെറാമിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 രൂപയുടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പഞ്ചസാര വേണം, അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം വേണം. ഇത് സെറാമിക് കപ്പ് വേണമെന്നില്ല കേട്ടോ, ചില്ല് ഗ്ലാസ് ആയാലും മതി. എന്നിട്ട് കോഫി പൗഡർ മഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിന് കോഫി പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നോർമൽ കോഫി പൗഡർ പറ്റില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വെച്ചിട്ടായാലേ ഇതുപോലെ ചെയ്ത് കിട്ടുള്ളൂ. ഞാൻ നോർമൽ വെച്ചിട്ട് ചെയ്തിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സായിട്ടൊന്ന് ബീറ്റായി വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട്. ഇപ്പോൾ ലക്ഷ്മി മാം വേറൊരു എക്യുപ്മെൻറ്റ്സും ഇല്ലാണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് ക്യാപ്പച്ചീനോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഷുഗർ മെൽറ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. ലാസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇത് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഏകദേശം ഒരു 8 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 8 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ രീതിയിൽ നല്ല തിക്നെസ് ആയിട്ടുള്ള ക്രീമായിട്ട് കിട്ടും. ഇനി നമുക്ക് ക്യാപ്പച്ചീനോ റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് മസാല ക്യാപ്പച്ചീനോ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാലിൽ ഒരു പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണിത്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ പാല് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നല്ല തിളച്ച പാലും ആയിരിക്കണം കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കപ്പിൽ, ചെറിയൊരു കപ്പിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇത് ലക്ഷ്മി മാം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു രീതിയും കൂടി കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഫേയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്യാപ്പച്ചീനോ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ക്രീം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് പാലായിരിക്കണം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ക്യാപ്പച്ചീനോ റെഡിയായി. വളരെ ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ മസാല ക്യാപ്പച്ചീനോ റെഡി ആയിട്ടുണ്ട്. ഇത് നോർമൽ ക്യാപ്പച്ചീനോക്കാളും കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ മസാല വെച്ചിട്ടുള്ള ക്യാപ്പച്ചീനോ ആകുമ്പോൾ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ വേറെ രീതിയിലൊന്ന് കാണിക്കാൻ പോവാണ്. സാധാരണ കഫേയിലൊക്കെ കിട്ടുന്ന ക്യാപ്പച്ചീനോ മോഡൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തിളച്ച നല്ല ചൂടോടുകൂടിയുള്ള പാല് തന്നെ വേണം. അത് ഒന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒരു കപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുകയാണ്. അധികം നേരം പതപ്പിക്കേണ്ട, ഒരു മിനിറ്റോളം മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പദം നമുക്ക് ആവശ്യമുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാപ്പച്ചീനോ റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ക്യാപ്പച്ചീനോ റെഡിയാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായില്ല. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിക്നെസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി ഇട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. എന്നിട്ട് നല്ല ചൂട് പാലെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഫേയിലൊക്കെ അവരൊരു പ്രത്യേക രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് ഡിസൈനായിട്ട് മുകളിൽ വരുന്നത്. പക്ഷെ നമുക്ക് ആ രീതിയിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യണേ. ലാസ്റ്റ് ഇങ്ങനെ കളറ് ചേഞ്ചായിട്ട് പദം മുകളിൽ വന്നിട്ട് നല്ലൊരു ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ക്യാപ്പച്ചീനോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണെന്ന്. പക്ഷേ മാം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ മീതയ്ക്ക് ഒന്ന് ഡിസൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് പതപ്പിച്ച പതയുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
ഇങ്ങനെ പതഞ്ഞ് മുകളിൽ നല്ല പതഞ്ഞിരിക്കുന്ന കോഫി കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാനായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ കോഫി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഷുവറായിട്ടും ഇത് എന്തായാലും ഇഷ്ടവും. അപ്പോൾ കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു രുചിയും കൂടി ഉണ്ട് ഇതിന്. ഈ ക്യാപ്പച്ചിനോ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചാൽ പിന്നെയും നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാനായിട്ട് തോന്നും. അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ക്യാപ്പച്ചിനോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.